റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 4 കുഞ്ഞുങ്ങൾ റിദ ഫാത്തിമയുടെ വീട്ടിലേക്ക് റിദ ഫാത്തിമയുടെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് നമുക്ക് ഈ വീട്ടിൽ കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ, അതായത് അച്ഛനെയും അമ്മയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രദേശവാസികളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവരൊക്കെ വലിയ പ്രാർത്ഥനയിലായിരുന്നു. തങ്ങളുടെ കുഞ്ഞായിരിക്കില്ല ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു എല്ലാവരും. എന്നാൽ ആ പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഇവിടെ നിന്ന് പരീക്ഷ എഴുതാൻ പോയ, വളരെ സന്തോഷത്തിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോയ ആ കുട്ടിയുടെ ചേതനേറ്റ ശരീരം ഇന്ന് ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം വേദന നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 8 മണി വരെ ഈ വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ അവരവരുടെ വീടുകളിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 8 മണി വരെ ഈ വീടുകളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്നാണ് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകുക. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വീടുകളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. റിദ ഫാത്തിമയുടെ വീടിന് മുന്നിൽ ഈ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഒരുപാടധികം ആളുകൾ ഈ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ ഈ അപകടം ഉണ്ടായി എന്ന് അറിയിച്ചപ്പോഴും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ബന്ധുക്കളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും അത് ആ വേദന ഉൾക്കൊള്ളാൻ ഈ കുടുംബങ്ങൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. കാരണം അത്ര സന്തോഷത്തിൽ ഇന്നലെ സ്കൂളിലേക്ക് പോയിരുന്ന കുട്ടികളാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടതും അവർക്ക് ജീവൻ നഷ്ടമായതും. ഇതൊരു സ്ഥിരം അപകട മേഖലയാണെങ്കിലും ഒരിക്കലും ഇങ്ങനെ 4 കുട്ടികൾ ഇതിൻ്റെ മുന്നിൽ പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമേൽ വിഷമകരമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് ഇന്നലെ കരിമ്പ എന്ന ഈ നാട് സാക്ഷ്യം വഹിച്ചത്. പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള അപകടങ്ങൾ ഈ നാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര വിഷമം നൽകുന്ന, അവർക്ക് അത്രയും വേദന നൽകിയ ഒരു അപകടം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഏതാണ്ട് 35ഓളം അപകട മരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രമേൽ അവരെ വേദനിപ്പിച്ച്, ഇത്രമേൽ അവരെ നോവിച്ച മറ്റൊരു അപകടം ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു അപകടത്തിനാണ് ഇപ്പോൾ കരിമ്പ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും അടുത്ത വീടുകളിൽ നമ്മളിപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അടുത്തടുത്ത വീടുകളിൽ ഉള്ള 4 കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ, ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ തന്നെ അങ്ങേയറ്റം വേദന തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ വീട്ടിൽ നിന്നും ഓരോ കണ്ണീരുലയുന്നു, ഓരോ വീട്ടിൽ നിന്നും ആർപ്പു വിളികൾ ഉയരുന്നു, കുട്ടികൾക്ക് വേണ്ടി കൂടിയുണ്ട്. വിപിൻ, ഇർഫാനയുടെ വീട്ടിൽ നിന്ന് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട മകളെ ഡെന്റിസ്റ്റിനെ കാണിക്കാനായി പനയമ്പാടത്ത് കാത്തു നിൽക്കുന്ന അമ്മ, ആ അമ്മയും മകളും അവസാനമായി ഒരു നോട്ടം കൈമാറിയ അതേ നിമിഷത്തിൽ തന്നെയാണ് അപകടമെന്ന് കൂടെ ഉണ്ടായിരുന്ന അജ്ന പറഞ്ഞതായും നമുക്ക് അറിയാം. അപ്പോൾ എത്രത്തോളമാണ് ആ അമ്മയുടെ വേദന, അത് അവരുടെ ആ ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ചേതനയേറ്റ ശരീരമായാണ് ആ വീട്ടിലേക്ക് ഇർഫാനെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവരങ്ങൾ ഇർഫാനയുടെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിരവധി ആളുകളാണ് ഇവിടെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ വീട്ടിലേക്കും എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവരെല്ലാം തന്നെ അവസാനമായി ഒരു നോക്ക് കണ്ട് കണ്ണീർ പൂക്കൾ അർപ്പിക്കുകയാണ്. ഇർഫാനയ്ക്ക് 2 അനിയത്തിമാരും 1 അനിയനും കൂടെയുള്ളത്. ഇപ്പോൾ ഈ വീട്ടിലെ മൂത്ത ആളായിരുന്നു ഇർഫാന. അച്ഛൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റൈസ് മില്ല് നടത്തുകയാണ്. വിപിൻ സി വിജയനാണ് ഇർഫാനയുടെ വീട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 4 വീടുകളിലാണ് ഇന്ന് കണ്ണീരിൻ്റെ ഒരു തുടക്കം. കാരണം ഇവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ആ ഒരു സങ്കടമുണ്ടാകും. ഇവരുടെ ബന്ധുക്കളോ പരിചയമോ ഒന്നുമില്ലാത്ത നമുക്കൊക്കെ ഉണ്ടാകുന്ന വേദന തന്നെ നമുക്ക് മനസ്സിലാകും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അവരുടെ അധ്യാപകർക്കും സഹപാഠികൾക്കും കൂടെ ഉണ്ടായിരുന്ന അജ്ന എന്ന കുട്ടിക്കും മകളുടെ അപകടം കൺമുന്നിൽ കണ്ടു നിന്ന ഇർഫാനയുടെ ഉമ്മയ്ക്കും അതേപോലെ തന്നെ ആയിഷയുടെ പിതാവിനും ഒക്കെ ജീവിതകാലം മുഴുവൻ എത്രത്തോളം വേദന അവർ സഹിക്കണം എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ദൃശ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രതിനിധികൾ ഓരോ വീടുകളിലും ഉണ്ട്. ഇന്നലെ വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 4 കുഞ്ഞുങ്ങളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സ്ഥിരം അപകട സാധ്യതാ മേഖലയാണ് ഈ പനയമ്പാടം എന്ന് പറയുന്ന സ്ഥലം. ആ പനയമ്പാടത്ത് ഒന്നും ഓർക്കാതെ തിരികെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി നാളത്തെ പരീക്ഷ എഴുതണം. അതിനുശേഷം ക്രിസ്മസ് അവധി വരുന്നു. ഈ ക്രിസ്മസ് അവധി
ഇല്ലേ, ആഘോഷങ്ങൾ ഇതൊക്കെ മനസ്സിൽ കരുതി പോയ കുഞ്ഞുങ്ങളാണ് ഒന്നും അറിയാത്ത നിമിഷത്തിൽ ഈ അപകടത്തിലേക്ക് പോയത്. സൂരജ് സജ്ജിയുണ്ട്. സൂരജ് നിൽക്കുന്നത് ആയിഷയുടെ വീട്ടിലാണ്. ഒരുപാട് നിറമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് ആയിഷ പലപ്പോഴും ഒപ്പനയിൽ പങ്കെടുക്കുന്ന പല ഫോട്ടോസും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ പാലക്കാട് ജില്ലാ കലോത്സവത്തിലും ഈ ആയിഷ പങ്കെടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആയിഷയുടെ ക്ലാസ് ടീച്ചറും ഇക്കാര്യമൊക്കെ പറഞ്ഞിരുന്നു. വലിയ വേദനയാണ്, പ്രത്യേകിച്ച് അധ്യാപകർക്ക്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പകുതി വഴിയിൽ വെച്ച് പോകുന്നു. തിരികെ ആ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ മുന്നിൽ ആ കുഞ്ഞുങ്ങളില്ല എന്നത് വലിയ വേദനയുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഈ അധ്യാപകരും സഹപാഠികളും ബന്ധുക്കളും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ക്രിസ്റ്റിനത ആയിഷയുടെ മൃതദേഹം വീടിനകത്തേക്ക് എത്തിച്ചു. പക്ഷേ ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിഷ ഈ മണവാട്ടിയായി എത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ള വീടാണ്, വീട്ടുമുറ്റമാണ്. അണിഞ്ഞൊരുങ്ങി പുതിയ വസ്ത്രത്തിൽ നിറമുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആയിഷ വരുന്നതും ഒക്കെ കണ്ട വീടാണ്. പക്ഷേ ആയിഷയുടെ ഇങ്ങനൊരു വരവ് ആ വീടിന് മാത്രമല്ല, ഒരു നാടിനാകെ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുടുംബാംഗങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരുടെയും കണ്ണ് ഈറനണിഞ്ഞിരിക്കുന്നു. ഒരു നാടാകെ തേങ്ങുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണാനുള്ള. ഒരു നാടാകെ തേങ്ങുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. ഈ ആയിഷയുടെ മൃതദേഹമാണ് ആദ്യം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരുടെ മൃതദേഹം വീടുകളിലേക്ക് എത്തിയത്. മൃതദേഹം എത്തിക്കുന്ന സമയത്ത് തന്നെ, അതിന് മുൻപ് തന്നെ ഇവിടെ കാത്തുനിന്ന നിരവധി പേരുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്ന ആളുകളുണ്ട്. അവർക്ക് നടുവിലേക്കാണ് ഈ ആംബുലൻസ് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ഈ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്ത് ആ വേദനയുടെ തീവ്രത നമുക്ക് കാണാമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തുണ്ടായ അപകടം. ആ അപകടത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ആയിഷയുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഈ കരിമ്പന എന്ന് പറയുന്ന ഒരു നാടാകെ തന്നെ അതിൻ്റെ നടുക്കത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഈ സ്കൂൾ കുട്ടികൾ നടന്നു വരുന്ന സമയത്ത് എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഈ അപകടം നടക്കുന്നത്. കളിയും ചിരിയും വർത്താനമൊക്കെയായി എന്നും നടന്നു വരുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് ഇന്നലെ ഈ വീടുകളിൽ നിന്ന് പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നു, ക്രിസ്മസ് അവധിയിലേക്ക് പോകുന്നു. അതിനു മുൻപ് നടക്കുന്ന പരീക്ഷ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് കളിയും ചിരിയും ഒക്കെയായി പോയ ആളുകളാണ്. വൈകുന്നേരം അതേ കളിയും ചിരിയും തമാശയും ഒക്കെയായി മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ഇവർക്കായി കാത്തു നിന്ന രക്ഷിതാക്കളുണ്ട്. ഇതൊന്നും അറിയാതെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയ ആയിഷയുടെ ഉപ്പയുണ്ട്. ആരുടെയോ ജീവൻ, തൻ്റെ മകളുടെ ജീവനാണെന്ന് പോലും ആ ഉപ്പ പ്രതീക്ഷിക്കുന്നില്ല. അപകടത്തിൽ ആരോ പെട്ടിട്ടുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആയിഷയുടെ ഉപ്പയടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തി ഈ വാഹനത്തിനിടയിൽ കുടുങ്ങിയവരെ എടുക്കുന്നു. ആ സമയത്ത് മാത്രമാണ് ഞെട്ടലോടുകൂടി ആയിഷയുടെ ഉപ്പ ആ വിവരം അറിയുന്നത്. അപകടത്തിൽപ്പെട്ടത് തൻ്റെ മകളാണെന്ന വിവരം ആ ഞെട്ടലോടുകൂടി ആ ഉപ്പ അറിയുകയാണ്. അതിവൈകാരികമായ നിമിഷം, ഈ ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത രംഗമായിരിക്കും ആ ഉപ്പയെ സംബന്ധിച്ച് ആ കൺമുന്നിൽ ആ നിമിഷം അരങ്ങേറിയത്. പിന്നീട് ഇങ്ങോട്ട് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാവുന്ന വാർത്തകളല്ല പുറത്തു വന്നത്. ആയിഷ മാത്രമല്ല, ആയിഷയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്ന 3 പേരുടെ കൂടി ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഓരോ കുടുംബത്തെ സംബന്ധിച്ചും താങ്ങാൻ കഴിയാത്ത നിമിഷം, താങ്ങാൻ കഴിയാത്ത വേദന. ആ വേദന ഇവരുടെ ചേതനയേറ്റ മൃതദേഹങ്ങൾ ഈ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് ഈറനണിഞ്ഞിരിക്കുന്നു. ഒരു നാടാകെ തേങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ആയിഷയുടെ വീട്ടിൽ നിന്ന് വേണ്ട എല്ലാ വീട്ടുമുറ്റങ്ങളിലും കാണാൻ കഴിയുന്ന ക്രിസ്റ്റിന. സൂരജ് സജ്ജിയാണ് ആയിഷയുടെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്ന 4 കുഞ്ഞുങ്ങളാണ് ഒറ്റയടിക്ക് പിരിഞ്ഞു പോയിരിക്കുന്നത്. അവരുടെ ചേതനയേറ്റ മൃതദേഹങ്ങളാണിപ്പോൾ വീടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികളാണ് ഓരോ വീട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.